Okay, in last class we were completed our fourth module. So now we can go for the fifth module. Okay. So before going to the module, we can see what are the topics to be covered. Okay. So in fifth module, we have to study about set transform. Okay, a set transform which is similar to that of Laplace transform. Okay, if the transform is in the case of continuous time LTI system, then we will use Laplace transform. But if it is used for a discrete time LTI system, then we will go for set transform. Okay, Laplace transform and set transform somewhat similar ആണ്. നമ്മൾ LTI കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുക. Okay, if it are considering a discrete time system, discrete time ആണെങ്കിൽ അവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുക. Okay, so നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടേം പറഞ്ഞിരുന്നു, ROC, റീജിയൻ ഓഫ് കൺവേർജൻസ്. ഓക്കെ, അപ്പം അവിടെ പറഞ്ഞിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മോർ ദാൻ വൺ സീക്വൻസസ്. ഇപ്പൊ 2 സീക്വൻസസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം സിമിലർ ആകാം, ഐഡന്റിക്കൽ ആകാം. ഓക്കെ, ബട്ട് ദേ ആർ സെപ്പറേറ്റഡ് ഓർ അത് ഡിസ്റ്റിങ്ക്റ്റ് ആകുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദർ ROC. ഓക്കെ, ROC ഹാസ് എ സിഗ്നിഫിക്കൻസ് ഇൻ ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു 2 സീക്വൻസസിൻ്റെ ഡിഫറെൻറ്റ് സീക്വൻസസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിന് സെയിം വാല്യൂ കിട്ടാം, ഐഡന്റിക്കൽ വാല്യൂസ് കിട്ടാം. ബട്ട് അത് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആക്കി എടുക്കുന്നത് അതിൻ്റെ ROCയിലുള്ള വേരിയേഷൻസ് കൊണ്ടാണ്. ഇപ്പോൾ 2 സീക്വൻസസിനും ഡിഫറെൻറ്റ് ROC ആയിരിക്കും. ഓക്കെ, അതേ സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെറ്റ് ട്രാൻസ്ഫോം സിഗ്നിഫിക്കൻ്റ് ആകണം അല്ലെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോം വാലിഡ് ആവണമെങ്കിൽ വി ഷുഡ് കൺസിഡർ ഇറ്റ്സ് ROC ഓൾസോ. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ കൂടെ അതിൻ്റെ ROC മസ്റ്റായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ROC ആ സെറ്റ് ട്രാൻസ്ഫോം എവിടെയാണ് വാലിഡ് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ROC ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യാനുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം, ദെൻ യൂണിലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ DTFT ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം ആണ്. DTFT നമ്മൾ ഫോർത്ത് മോഡ്യൂൾ ഡിസ്കസ് ചെയ്തതാണ്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, DTFT. Okay, and what is the relation between DTFT and set transform? Then analysis of discrete time LTI systems using set transform and its transfer function. Then finally stability and causality using set transform. Okay, so these are the terms to be discussed in the fifth module. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റത്തിൻ്റെ കേസിൽ പഠിച്ച അതേ അവിടെ പഠിച്ച ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈമിലേക്ക് വരുമ്പോൾ വേരിയേഷൻസ് വരും. നമ്മൾ അവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇവിടെ എന്താണ് സെറ്റ് ട്രാൻസ്ഫോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഒരു ആൾജിബ്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഹിയർ ഓൾസോ എന്താണ്, നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഡിസ്ക്രീറ്റ് ടൈം ആയിട്ടുള്ള സീക്വൻസിലുള്ള ഡിഫറൻസ് ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ആൾജിബ്രിക് ഇക്വേഷൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫർദർ അനാലിസിസും കാൽക്കുലേഷൻസും ഒക്കെ ഈസിയർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അവിടെയും നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഇവിടെ എന്താണ്, ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ കേസിലാണെങ്കിൽ DTFT ആണ്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇവിടെയും ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കും. ദെൻ ഫൈനലി അനാലിസിസ് ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം അതും പഠിക്കും. പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്ക് ഇനി ഫിഫ്ത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂളിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സെറ്റ് ട്രാൻസ്ഫോം? സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ്ഡ് ഇൻ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ് ടു കൺവേർട്ട് and differential equation into an algebraic form, okay, which is similar to that of a Laplace transform used in the case of a continuous time sequences. അപ്പോൾ സിമിലർ ആണ്. ഇവിടെ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ് ആവുന്നത് കൊണ്ട് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം വി ആർ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സോ സെറ്റ് ട്രാൻസ്ഫോം ഈസ് മോർ പവർഫുൾ ആൻഡ് സിമിലർ ടൂൾ കമ്പയർഡ് ടു DTFT. ഓൾസോ സെറ്റ് ട്രാൻസ്ഫോം പ്രൊസസ് സർട്ടൻ അഡ്വാൻറ്റേജസ് ഓവർ DTFT. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലത്തെ മൊഡ്യൂൾ DTFT, DTFS ആയിരുന്നു പഠിച്ചത്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്.
ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ DTFT എന്തിനായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒരു നോൺ പീരിയോഡിക് ആയിട്ടുള്ള സീക്വൻസ് ഇൻ ടൈം ഡൊമെയിൻ, അതിനെ നമ്മൾക്ക് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പം ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് ഒരു കണ്ടിന്യൂസ് ഒരു പീരിയോഡിക് ആയിട്ടുള്ള സീക്വൻസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് DTFT യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത് സിമിലർ അപ്രോച്ച് തന്നെ, ബട്ട് DTFT അല്ല, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത പോലെയാണ് ഇവിടെ സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നത്. Okay, so first of all, okay, set transform have certain similarities to the Laplace transform. Laplace transform പോലെ തന്നെയാണ് set transformum. രണ്ട് sequencesന് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. Okay, so if x of n is a time domain signal, then its set transform will be in set domain. ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ എസ് ഡൊമെയിനിലായിരുന്നു സീക്വൻസസ് കണ്ടുപിടിച്ചത് അല്ലേ. ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എന്താ ചെയ്തത്? ടൈം ഡൊമെയിനിലുള്ള ഒരു കണ്ടിന്യൂസ് ടൈം സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും? എസ് ഡൊമെയിനിലുള്ള ഒരു സീക്വൻസ് ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ സെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എ സീക്വൻസ് എക്സ് ഓഫ് എൻ which is a time domain signal is converted into a set domain signal. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോം ആണെങ്കിൽ അതിനെ സെറ്റ് ഡൊമെയിനിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. Okay, and equation for set transform is x of z is equal to summation of n is equal to minus infinity to infinity x of n into z raised to minus n. നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ലേ? x of z, that is set transform, is equal to summation of n is equal to minus infinity to infinity x of n into z raised to minus n. Okay, this is the equation for finding out set transform, where z is a complex value. ഇവിടെയുള്ള z എന്താണ്? It's a complex value. അത് നമുക്ക് പോളാർ ഫോമിലേക്ക് എഴുതുവാണെങ്കിൽ z is equal to r e raised to j omega. Okay, ഇതിനൊരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ റെപ്രസെന്റേഷൻ എഴുതുവാണെങ്കിൽ r e raised to j omega. x of z is equal to summation of n is equal to minus infinity to infinity x of n into z raised to minus n, where z is a complex number. Okay, complex value, that is z is equal to r e raised to j omega. Okay, and what is r and what is omega? r എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങൾക്ക് സെറ്റ് പ്ലെയിൻ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. Here this is a representation of a set plane. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പൊ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് പ്ലെയിന് റെപ്രസെന്റ് ചെയ്യുക. എക്സ് ആക്സിസിൽ വി ആർ ടേക്കിംഗ് ദ റിയൽ പാർട്ട് ആൻഡ് ഇൻ ദ വൈ ആക്സിസ് വി ആർ ടേക്കിംഗ് ദ ഇമാജിനറി പാർട്ട്. ആൻഡ് ഇഫ് ദിസ് ഇസ് ദ പോയിന്റ്, ദെൻ സെറ്റ് ട്രാൻസ്ഫോം സെറ്റ് ഇസ്, ഞാൻ പറഞ്ഞു അതൊരു കോംപ്ലക്സ് വാല്യൂ ആണ്. സോ സെറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ജെ ഒമേഗ, വേർ or we can write z is equal to r e raised to j omega. Okay, where r is the distance between the point and the center. Center എന്ന് നമ്മളെ പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മോഡ് സെറ്റ്. ഓക്കെ, r എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് ആൻഡ് ദാറ്റ് ലൈൻ, ആ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആ ഒരു ആംഗിൾ ആണ് ഒമേഗ. ഓക്കെ, അപ്പൊ സെഡ് ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ജെ ഒമേഗയാണ്. അതിൽ ആർ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്, ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് ദ ഒറിജിൻ ഓഫ് ദ ഗ്രാഫ്. ആ ഒറിജിന് ആ പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്, അതാണ് ആർ. ദറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെഡ്. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ലൈൻ ആൻഡ് ദ എക്സ് ആക്സിസ്, അല്ലെങ്കിൽ ഇമാജിനറി റിയൽ ആക്സിസ് എന്ന ആ ലൈനിലേക്കുള്ള ആംഗിൾ ആണ് ഒമേഗ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഈ രീതിയിലാണ് സെറ്റ് പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യുക. സെറ്റ് പ്ലെയിൻ ക്ലിയർ ആണോ? വി ആർ ടേക്കിംഗ് റിയൽ പാർട്ട് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ഇമേജിനറി പാർട്ട് ഓൺ ദ വൈ ആക്സിസ്. ആൻഡ് ഇഫ് ഈ ഒരു പോയിന്റ് ആണ് സെറ്റ് എന്ന് പറഞ്ഞതെങ്കിൽ അതെന്താണ്? ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. സെറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. ഓക്കെ, ആ കോംപ്ലക്സ് വാല്യൂ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് ഈസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ജെ ഒമേഗ ആണ്. സോ ആ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ആർ, ആ ആംഗിൾ ആയിരിക്കും എന്ത്? ഒമേഗ.
ക്ലിയർ ആണോ? സെറ്റ് പ്ലെയിൻ എങ്ങനെ വരക്കണ്ടേ എന്നുള്ളത് ക്ലിയർ ആണോ? ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, കൂടുതൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. സെറ്റ് പ്ലെയിനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻ നോക്കുക. ദാറ്റ് ഈസ് എക്സ് സെറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് എൻ. അതിൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വാല്യൂ ആണ്. അത് നമുക്ക് ആർ ഇ റേസ് ടു ജെ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ സെറ്റ് പ്ലെയിൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇക്വേഷൻ ഫോർ സെറ്റ് ട്രാൻസ്ഫോം എന്തായിരുന്നു? എക്സ് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെറ്റ് റേസ് ടു മൈനസ് എൻ ആണ്. ഓക്കെ, ഇഫ് ആ സമ്മേഷൻ ലിമിറ്റ് ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുക്കാതെ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഒരു ഡയറക്ഷൻ മാത്രം എടുക്കുന്നത്, പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതാണ് യൂണിലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് യൂണിലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം. യൂണിലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം. ഹിയർ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. നോർമൽ സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻ എന്താണ്? n is from മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇഫ് യു ആർ ടേക്കിംഗ് ഫ്രം 0 ടു ഇൻഫിനിറ്റി, പോസിറ്റീവ് സൈഡ്സ് മാത്രം, റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? അതാണ് യൂണിലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇഫ് യു ആർ കൺസിഡറിങ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അത്രയും വാല്യൂസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബൈലാറ്ററൽ സെറ്റ് ട്രാൻസ്ഫോം ആയിരിക്കും. ഓക്കെ, then another important term ആണ് ROC, region of convergence of set transform. Okay, so ROC of a set transform is defined as the range of values of set for which the set transform summation converges. അതാണ് ROC. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ എന്തായിരുന്നു ROC? Where Laplace transform converges, the region where Laplace transform converges is called ROC of Laplace transform. The similar manner, set transform in the case ആണെങ്കിൽ എന്താണ്? The range of values of set for which the set transform summation converges. എവിടെയാണ് ആ set transform converge ചെയ്യുന്നത് അല്ലെങ്കിൽ വാലിഡ് ആയിരിക്കുന്നത്, ആ റീജിയനെയാണ് ROC of set transform എന്ന് പറയുന്നത്. Okay, and ROC must be specified along with x of set of a sequence so that it will be unique. ഞാൻ പറഞ്ഞു എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മളിപ്പം ജസ്റ്റ് ഒരു സെറ്റ് ട്രാൻസ്ഫോം മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല, യുണീക്ക് അല്ല. ഓക്കെ, എന്തുകൊണ്ടാ? ബിക്കോസ് മോർ ദാൻ വൺ സീക്വൻസസിന്റെ സെറ്റ് ട്രാൻസ്ഫോം ഹാസ് എ സിമിലർ വാല്യൂ. ഓക്കെ, ഇപ്പം 2 സിഗ്നൽ ഞാൻ എടുത്ത് അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം കാണുവാണെങ്കിൽ അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം വാല്യൂ ഐഡന്റിക്കൽ ആകാം, സിമിലർ ആകാം, അല്ലെങ്കിൽ ഈക്വൽ ആകാം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് സെപ്പറേറ്റ് ആവുന്നത്? ഓൺലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ROC. ഓക്കെ, അപ്പം നമ്മൾ 2 വാല്യൂസ്, ഇപ്പൊ യു റേസ് ടു എൻ ആൻഡ് യു റേസ് ടു മൈനസ് എൻ, അങ്ങനെ 2 ഇൻപുട്ട് സിഗ്നൽസ് കൊടുത്തു. 2ന്റെയും സെറ്റ് ട്രാൻസ്ഫോം കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സിമിലർ ആണ്. ബട്ട് നമ്മൾ അവിടെ അതിന്റെ കൂടെ ROC കൂടി സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ്? അത് ഡിസ്റ്റിങ്ക്റ്റ് ആകും, യുണീക്ക് ആവും. അതാണ് ROCയുടെ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പൊ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോം ഒരിക്കലും വിത്തൗട്ട് ROC റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സെറ്റ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ അതിന്റെ ROCയും സ്പെസിഫൈ ചെയ്യണം, മസ്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ROC എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ROC എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സെറ്റ് പ്ലെയിന് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു. എങ്ങനെ നമുക്കൊരു സെറ്റ് പ്ലെയിന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എപ്പോഴും ROC, ഇപ്പൊ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ROC വരയ്ക്കുക? വി ആർ ഡ്രോയിങ് എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദ y ആക്സിസ് അല്ലെ. നമ്മൾ ആ പോളിന്ന് ഇപ്പം എത്രയെങ്കിലും ഒരു വാല്യൂ ഉണ്ട്, വാല്യൂല് ROC ഓഫ് S എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ A ആണെങ്കിൽ A എന്നുള്ളതായിരിക്കും ആ പോൾ വാല്യൂ അല്ലെ. അപ്പൊ പോൾ വാല്യൂയിൽ കൂടെ നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കും വിച്ച് ഈസ് പാരലൽ ടു ദി ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, 1 സെക്കൻഡ്.
ഇപ്പം നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസ് കൺസിഡർ ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസ് ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ROC വരയ്ക്കുന്നത്? നമ്മൾ ആദ്യം എസ് പ്ലെയിൻ വരയ്ക്കും. എസ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലോട്ട് ബിറ്റ്വീൻ ഇമേജിനറി ആൻഡ് റിയൽ പാർട്ട് അല്ലേ? റിയൽ പാർട്ട് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കും, ഇമേജിനറി പാർട്ട് നമ്മൾ വൈ ആക്സിസിൽ എടുക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇപ്പം ROC സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ ROC ഓഫ് എസ് ഗ്രേറ്റർ ദാൻ എ എന്നാണെങ്കിൽ എ എന്ന് പറയുന്നത് അതിന്റെ പോളായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ പോസിറ്റീവ് എ ആണെങ്കിൽ ആ എയിൽ കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കും വിച്ച് ഇസ് പാരലൽ ടു ദ വൈ ആക്സിസ്. ആൻഡ് കണ്ടീഷൻ നോക്കും, ROC ഓഫ് എസ് ഗ്രേറ്റർ ദാൻ എ ആണ്. ഗ്രേറ്റർ ദാൻ എ ആയതുകൊണ്ട് ദ ROC ഷുഡ് ബി ഇൻ ദിസ് റീജിയൻ. ഓക്കെ, എ എന്ന് പറയുന്ന ലൈനിന് റൈറ്റ് സൈഡിൽ ഇതുപോലെയായിരിക്കും ROC ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ROC. അപ്പോൾ ഇങ്ങനെയായിരുന്നു അവിടെ മാർക്ക് ചെയ്തത് എന്ന് അല്ലേ? ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ ROC എങ്ങനെ മാർക്ക് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ സെറ്റ് പ്ലെയിൻ. നമ്മൾ ആദ്യം സെറ്റ് പ്ലെയിൻ ആണ് വരയ്ക്കുന്നത്. സെറ്റ് പ്ലെയിനിൽ നമ്മൾ എക്സ് ആക്സിസിൽ റിയൽ പാർട്ട് എടുക്കും, വൈ ആക്സിസിൽ ഇമേജിനറി പാർട്ട് എടുക്കും. Then we are drawing a circle. Okay, circle with radius. If ROC of S is greater than A. Okay, ഇങ്ങനെയാണെങ്കിൽ we are drawing a circle with radius A. നമ്മളൊരു സർക്കിൾ ആണ് വരയ്ക്കുക വിത്ത് റേഡിയസ് A. ഇത് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് ROC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ROC എന്നല്ല നോർമലി ഉണ്ടാവുക, സെഡ് ഗ്രേറ്റർ ദാൻ എ ഓർ ലെസ് ദാൻ എ, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ എ, അങ്ങനെയാണ് സെറ്റ് ട്രാൻസ്ഫോമിൽ വരിക. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ ആണ് ഇതിന്റെ ROC എങ്കിൽ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെഡ് എന്തായിരുന്നു? R e⁻j⍵ ആയിരുന്നു. വാട്ട് ഈസ് മോഡ് സെഡ്? ദാറ്റ് ഈസ് R അല്ലെ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? R ആണ്. സോ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റേഡിയസ് ഗ്രേറ്റർ ദാൻ എ. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ ഇതാണ് സെറ്റ് എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് സെന്റർ പോയിന്റ് ടു ദാറ്റ് പോയിന്റ് അതാണ് R എന്ന് പറയുന്നത് അല്ലെ? സോ അത് ആ ഡിസ്റ്റൻസ് വെച്ചൊരു സർക്കിൾ വരക്കുവാണെങ്കിൽ അത് അതിന്റെ റേഡിയസ് ആയിരിക്കുമല്ലോ, ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? R എന്ന് പറയുന്നത് സെഡിന്റെ ആ പോയിന്റും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് R വെച്ച് ഞാൻ അവിടെ ഒരു സർക്കിൾ വരക്കുകയാണ്, ടേക്കിംഗ് സെന്റർ ആസ് ദ ഒറിജിൻ. ഓക്കെ, ആ ഒറിജിനെ സെന്റർ ആക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലൊരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ എനിക്ക് സെറ്റ് ട്രാൻസ്ഫോമിന്റെ ROC കണ്ടുപിടിക്കുമ്പോൾ ഫൈനലി വി വിൽ ഗെറ്റ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ഓർ മോഡ് സെറ്റ് ലെസ് ദാൻ എ. പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. അത് നമുക്ക് ന്യൂമറിക്കൽ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ROC എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ ആണ് കിട്ടുന്നതെങ്കിൽ ആറിന്റെ വാല്യൂ ഓക്കെ അത് എത്രയാണ്? എ ആണ്. അത് ഗ്രേറ്റർ ദാൻ ഉള്ള റീജിയനിലാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. സോ ഒരു സർക്കിൾ വരക്കുക വിത്ത് റേഡിയസ് എ ആൻഡ് ദ ROC വിൽ ബി ഇൻ ദിസ് റീജിയൻ. ROC ഈ റീജിയനിലായിരിക്കും. ബിക്കോസ് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് പറഞ്ഞത്. അപ്പൊ സർക്കിളിന്റെ ഔട്ടർ സൈഡിലൊക്കെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആയിരിക്കും, ഇന്നർ സൈഡിൽ ആയിരിക്കില്ല. ഇനി മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണെങ്കിലോ? മോഡ് സെറ്റ് ലെസ് ദാൻ എ ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഇന്നർ സൈഡിലായിരിക്കും കൺവേർജൻസ്, ഔട്ടർ സൈഡിലായിരിക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എങ്ങനെയാണ് ROC വരക്കേണ്ടതെന്നുള്ള ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിനി ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പം ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ഇമേജിനറി ആക്സിസ് വരച്ചിട്ട് അതിന്റെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് നോക്കുക. ബട്ട് സെറ്റ് ട്രാൻസ്ഫോമിൽ ROC എങ്ങനെയാണ് നോക്കുക? വി വിൽ ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ. അത് നമുക്ക് കിട്ടും, എവിടെയാണ് കൺവേർജൻസ് എന്നുള്ളത് കിട്ടും. അത് വെച്ചൊരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ ഇന്നർ സൈഡ് ഓർ ഔട്ടർ സൈഡ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, okay, then we have to discuss properties of ROC. Okay, region of convergence ന്റെ properties. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. Explain the properties of region of convergence ROC for set transform. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിന്റെ ROC കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? The ROC is a ring
or disk in the set plane centered at the origin. Okay, ROC എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ട്രാൻസ്ഫോമിന്റെ കേസിൽ ഇറ്റ് ഈസ് എ റിംഗ് ഓർ ഡിസ്ക് ഇൻ ദ സെറ്റ് പ്ലെയിൻ സെന്റേർഡ് അറ്റ് ദി ഒറിജിൻ. ഞാൻ കാണിച്ചു തന്നു അല്ലെ. ROC എന്ന് പറയുന്നത് ഒരു ഡിസ്കോ ഒരു റിംഗോ ആയിരിക്കും, അതിന്റെ സെന്റർ ഒറിജിനിലായിരിക്കും. ഓക്കെ, അത് സെറ്റ് പ്ലെയിനിലാണ് വരക്കുന്നത്. ദെൻ ROC കനോട്ട് കണ്ടെയ്ൻ എനി പോൾസ്. ROCന്റെ ഉള്ളിൽ അങ്ങനെ പെർട്ടിക്കുലർ പോൾസ് ഒന്നുമില്ല. നമ്മൾ ആ വാല്യൂസ് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതായിരിക്കും അതിന്റെ ആ റേഡിയസ് വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരക്കും. ഓക്കെ, ആൻഡ് പിന്നെ ഒരു 3 points ഉണ്ട്. ഇഫ് x of n is a finite duration and a causal sequence. Causal എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡഡ് സീക്വൻസസ് ആണ് അല്ലെ. വിച്ച് മീൻസ് x of n equal to 0, 4 and less than 0 and less than or equal to 0 അല്ലെ. ഇപ്പൊ x of n ന്റെ വാല്യൂസ് ഒക്കെ ഈ n എന്ന് പറഞ്ഞ വാല്യൂസ് ഒക്കെ നെഗറ്റീവ് സീക്വൻസസ് ആണെങ്കിൽ അതിന്റെ എക്സ് ഓഫ് എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓർമ്മയില്ലേ നമ്മൾ പണ്ട് പഠിച്ചു വാട്ട് ഈസ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് കോസൽ സിഗ്നൽ? കോസൽ എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റിൽ മാത്രമേ വാല്യൂസ് ഉണ്ടാവും. n ഈക്വൽ ടു 0 ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വാല്യൂസ് ഉണ്ടാവും. ബട്ട് n ഈക്വൽ ടു 0 ടു നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ 0 ആയിരിക്കും. അതാണ് കോസൽ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഓഫ് n ഈക്വൽ ടു 0, 4 ആൻഡ് ലെസ് ദാൻ 0. അതാണ് കോസൽ സീക്വൻസ്. അപ്പൊ അങ്ങനത്തെ കേസിൽ ROC is the entire set plane except z is equal to 0. അങ്ങനത്തെ കേസിൽ ROC എന്ന് പറയുന്നത് entire set plane ആയിരിക്കും except z is equal to 0. Okay, and if x of n is a finite duration and anti-causal in the means left hand signals ആയിരിക്കും. Okay, left hand signal എന്ന് പറയുകയാണെങ്കിൽ അതിന് ലെഫ്റ്റിൽ മാത്രമേ വാല്യൂസ് ഉണ്ടാവും, റൈറ്റിലൊക്കെ 0 ആയിരിക്കും. ദാറ്റ് ഈസ് x of n equal to 0, 4 and less greater than or equal to 0. ഓക്കെ, ഇവിടെ ഈ ടേമിലൂടെയൊക്കെ 0 ആയിരിക്കും. ഇതാണ് ആന്റി-കോസൽ. സോ ആന്റി-കോസൽ ആണെങ്കിൽ ദ ROC is the entire set plane except z is equal to infinity. z is equal to infinity ഒഴികെ ബാക്കി എല്ലായിടത്തും അതിന് കൺവേർജ് ചെയ്യും. Okay, and fifth point, if x is a finite duration and a two-sided sequence. Two-sided sequence എന്താണ്? ടു-സൈഡഡ് ആണെങ്കിൽ രണ്ട് സ്ഥലത്തും ഉണ്ടാവും. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റിവിറ്റി ഹാസ് വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ ROC is the entire set plane except z is equal to 0 and z is equal to infinity. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ROC വരിക. ഇഫ് കോസൽ ആണെങ്കിൽ ROC is the entire set plane except that z is equal to 0, and if it is an anti-causal sequence then ROC is the entire set plane except that z is equal to infinity. Okay, and if it's a two-sided sequence, അങ്ങനെയാണെങ്കിൽ the entire set plane except at z is equal to 0 and z is equal to infinity. അതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടി. ഇതൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ദെൻ 2-3 പോയിന്റ്സ് കൂടി ഉണ്ട്, ജസ്റ്റ് നോക്കുക എന്തൊക്കെയാണ്. ഇഫ് എക്സ് ഓഫ് എൻ ഈസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ two-sided sequence, the ROC will consisting of a ring in the set plane bounded on the interior and exterior by a pole not containing any points. ഓക്കെ, ഒരു two-sided സീക്വൻസസ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ 2 സർക്കിൾസ് ഉണ്ടാവും. ഓക്കെ, 2 സർക്കിൾസ് ഉണ്ടാവും. ഒന്നുകിൽ അതിന്റെ ഇന്നർ പാർട്ടിലായിരിക്കും അതിന്റെ ROC, അല്ലെങ്കിൽ അതിന്റെ ഔട്ടർ പാർട്ടിലായിരിക്കും. അത് നമ്മൾ ആ കണ്ടീഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് if ROC of an LTI system is stable, contains a unit circle to be okay, the ROC must be a connected region. ഇതൊക്കെ ജസ്റ്റ് പോയിന്റുകൾ നോക്കി വെച്ചാൽ മതി. ബട്ട് ഫസ്റ്റ് 5 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ROC എന്ന് പറയുന്നത് ഒരു റിംഗ് ഒരു ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, അത് നമ്മൾ സെറ്റ് പ്ലെയിനിലാണ് വരക്കുന്നത് വിത്ത് സെന്റർ ആസ് ഒറിജിൻ. ഓക്കെ, ആൻഡ് ROC cannot be contain any poles. പിന്നെ ആ 3 പോയിന്റ്സ്. കോസൽ ആണെങ്കിൽ ROC is the entire set plane except that z is equal to 0. ആന്റി-കോസൽ ആണെങ്കിൽ ROC is the entire set plane except z is equal to infinity. And if it is a two-sided sequence, ROC is the entire set plane except that z is equal to 0 and z is equal to infinity. Okay, region of convergence ന്റെ പ്രോപ്പർട്ടീസ് ആണിത്. നിങ്ങളോട് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ROC എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അത് എഴുതാൻ വേണ്ടിയും പഠിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഇതിന്റെ ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ROC സ്പെസിഫിക് ആയിട്ട് അതിന്റെ സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ?
പ്രോപ്പർട്ടീസ് ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ട ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്. X of n is equal to U of n. Find the set transform of the following sequences. Okay, two sequences എഴുതിക്കോളൂ. First one, x of n is equal to U of n. Second one, x of n is equal to e raised to minus j omega n into U of n. ഓക്കെ, പിന്നെ ഈ പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ഒരു കേസ് കൂടി. ഈ 3 പോയിന്റ്സ് ഇല്ലേ, 3, 4 and 5, അതിൽ 3 എന്നുള്ള പോയിന്റ് നോക്കിയേ. If x of n is a finite division, okay, causal sequence, then ROC is an set plane except at z is equal to 0. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഡ്രോ ചെയ്യുക? എക്സെപ്റ്റ് അറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സർക്കിൾ വരച്ചു, എക്സെപ്റ്റ് അറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സർക്കിളിന്റെ ഔട്ട് സൈഡിലായിരിക്കും അതിന്റെ ROC ഉണ്ടാകുക, കോസൽ സീക്വൻസ് ആണെങ്കിൽ. ഓക്കെ, ഇനി ആന്റി കോസൽ ആണെങ്കിലോ? ആന്റി കോസൽ ആണെങ്കിൽ എക്സെപ്റ്റ് അറ്റ് സെറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒഴികെ ബാക്കി എല്ലായിടത്തും അത് കൺവേർജ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, സർക്കിളിന്റെ R നമ്മൾ ഡിഫൈൻ ചെയ്യും, അത് വെച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇന്നർ സൈഡിലായിരിക്കും ROC വരിക. അതൊന്ന് ഓർത്ത് വെക്കണം. തേർഡ് പോയിന്റിൽ എന്താണ്? കോസൽ ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഔട്ടർ സൈഡിലാണ് ROC ഉണ്ടാകുക. ആന്റി കോസൽ ആണെങ്കിൽ സർക്കിളിന്റെ ഇന്നർ സൈഡിലാണ് ROC ഉണ്ടാകുക. ഇനി ഫിഫ്ത്ത് പോയിന്റ് നോക്കിയേ. 2 സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 2 സർക്കിൾസ് വരും, അതിന്റെ ഉള്ളിലോ പുറത്തോ എന്നുള്ളത് നമ്മൾ ആ കണ്ടീഷൻ നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. Find the set transform of the following sequences. X of n is equal to U of n, and second one, x of n is equal to e raised to minus j omega n into U of n. ഓക്കെ, ചെയ്തോടെ? ആൻസർ ചെയ്ത് നോക്കിയേ. നമ്മൾ കുറേ ചെയ്തതാണ്, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടോന്നേ ഉള്ളൂ. എന്താണ് എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? എക്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി into x of n into z raised to minus n. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി വിൽ ഹാവ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് എൻ, ദാറ്റ് ഈസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. വാട്ട് ഈസ് എക്സ് ഓഫ് എൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ, അത് എന്താണ്? യു ഓഫ് എൻ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ യു ഓഫ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ. ഓക്കെ, സോ ഇവിടെ യു ഓഫ് എൻ വന്നു. യു ഓഫ് എൻ എന്താണ്? കോസലാണോ ആന്റി കോസലാണോ? യു ഓഫ് എൻ എന്താണ്? ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ് ഓർ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ്? യെസ്, കോസലാണ് അല്ലേ. സോ നമുക്ക് ലിമിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം? കോസൽ മീൻസ് അതിന്റെ പോസിറ്റീവ് സൈഡ്സിൽ മാത്രമേ വാല്യൂസ് ഉള്ളൂ. n equal to n less than 0, n less than or equal to 0, it has value 0. Okay, so summation can be changed like n equal to 0 to infinity. Okay, minus infinity to infinity എടുക്കണ്ട. n is equal to 0 to infinity. Then u of n വേണ്ട. u of n ന്റെ വാല്യൂ അവിടെ എന്തായി? 1 ആയി, യൂണിറ്റി ആയി അല്ലേ. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്.
യു ഓഫ് വണ്ണിൻ്റെ വാല്യൂ 1 ആയി, സോ അത് വേണ്ട, ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് n എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് മാറ്റിയിട്ട് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സെഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു n ഇങ്ങനെ എഴുതിക്കൂടെ? ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഇതുപോലെ എഴുതാം, സെഡ് റൈസ് ടു മൈനസ് 1 ഹോൾ റൈസ് ടു n. ആൻഡ് വി വിൽ ഹാവ് എ സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷൻ. എന്താണ്? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു n എന്തായിരുന്നു? കുറേ തവണ പഠിച്ച ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 1/1 മൈനസ് എ ആണ് ഫോർ മോഡ് എ ലെസ് ദാൻ 1, ഓൺലി ഫോർ മോഡ് എ ലെസ് ദാൻ 1. അത് നമ്മൾ പഠിച്ചൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. സോ നമുക്കതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെയും സെയിം ഇതാണ്, സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി ഇൻസ്റ്റോ ഓഫ് എ എന്താണ്? സെഡ് റൈസ് ടു മൈനസ് 1 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ഇതിനെ ഇക്വേഷൻ, സമ്മേഷൻ ഇക്വേഷൻ യൂസ് ചെയ്താൽ അങ്ങനെ എഴുതാം, 1/1 മൈനസ് എ എന്ന് പറയുന്നതിന് പകരം 1 മൈനസ് സെഡ് റൈസ് ടു മൈനസ് 1. ഓക്കെ, ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ഓൺലി ഇഫ് വെൻ മോഡ് സെഡ് ദാറ്റ് ഈസ് മോഡ് എ ലെസ് ദാൻ 1 ആണെങ്കിലാണ്. ദാറ്റ്സ് ഓൺലി ഇഫ് മോഡ് സെഡ് റൈസ് ടു മൈനസ് 1 ലെസ് ദാൻ 1 ആണെങ്കിലാണ്. വിച്ച് മീൻസ് മോഡ് 1/z ലെസ് ദാൻ 1, that is mod z greater than 1. Okay, so this is the ROC. നമ്മൾ ഈ കണ്ടീഷനാണ് ROC എടുത്തത്. നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലി ഇഫ് മോഡ് സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1. ഓക്കെ, അതാണ് കണ്ടീഷൻ. നോക്കിയേ, ഈ ഇക്വേഷൻ എപ്പോഴാണ് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ റൈസ് ടു n ഈസ് ഈക്വൽ ടു 1/1 മൈനസ് എ ഓൺലി ഇഫ് മോഡ് എ ലെസ് ദാൻ 1. ആ കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ഈ സമ്മേഷൻ ഇക്വേഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്യാണ്, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് 1/1 മൈനസ് സെഡ് റൈസ് ടു മൈനസ് 1 ഓൺലി ഇഫ് മോഡ് സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1, that is mod 1/z less than 1, that is mod z greater than 1, which is the ROC. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ നമുക്ക് ROC കിട്ടി. സോ വി ക്യാൻ ഡ്രോ ROC. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ സെറ്റ് പ്ലെയിൻ. സെറ്റ് പ്ലെയിൻ തന്നെ എഴുതുക. എക്സ് ആക്സിസിൽ റിയൽ പാർട്ട് കാണിക്കുക, വൈ ആക്സിസിൽ ഇമേജിനറി പാർട്ട് കാണിക്കുക. ആൻഡ് ഹിയർ വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ. ഓക്കെ, ഇവിടെ സർക്കിൾ വരക്കുമ്പോൾ റേഡിയസ് എത്രയായിരിക്കും നോക്കിയിട്ട് പറഞ്ഞേ. സർക്കിൾ വരക്കുന്ന സമയത്ത് റേഡിയസ് എത്രയായിരിക്കും? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. റേഡിയസ് എത്രയിൽ വരയ്ക്കണം? യെസ്, 1 ആണല്ലേ. ഇവിടെ 1 മാർക്ക് ചെയ്യുക. 1 വെച്ചിട്ട് 1 ഹിയർ മൈനസ് 1 വരും, ഹിയർ ഓൾസോ 1 വരും, ഹിയർ മൈനസ് 1 വരും അല്ലേ. അപ്പം 1 റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുക. എന്നിട്ട് എവിടെയായിരിക്കും ROC? ഇൻസൈഡ് ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. എവിടെയാണ് വരിക? ROC ഇൻസൈഡ് ദ സർക്കിൾ ആണോ അല്ലെ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ? ഓക്കെ, ഗുഡ്. ഔട്ട്സൈഡ് ദ സർക്കിൾ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇതുപോലെ വരും. ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്, ROCയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇഫ് ഇറ്റ് ഈസ് എ കോസൽസ്, if x of n is a finite duration a causal sequence, then ROC is the entire set plane except z is equal to 0. അല്ല, except z is equal to 0. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു സർക്കിൾ വരച്ചതിൻ്റെ ROC കാണിക്കുന്ന സമയത്ത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ROC ഉണ്ടാവുക അല്ലേ, കോസൽ ആണെങ്കിൽ. നോക്കിയേ, നമുക്ക് അങ്ങനെ തന്നെയല്ലേ കിട്ടിയത് ഇവിടെയും. വരച്ചു സർക്കിളിൻ്റെ ഔട്ട്സൈഡിലാണ് നമുക്ക് റീജിയൻ ഓഫ് കൺവേർജൻസ് വന്നത്. അപ്പോൾ കോസൽ സിഗ്നൽസ് ആണെങ്കിൽ ആ പ്രോപ്പർട്ടി ഒന്ന് ഓർമ്മിച്ച് വെക്കാം. കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാലോ. ഔട്ട്സൈഡ് ദ സീക്വൻസ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ROC വരിക. ആന്റി കോസൽ ആണെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ ആണോ?
ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് എന്തായിരുന്നു? x of z is equal to e raised to minus j omega n into u of n. Okay, and substitute equation, that is x of z is equal to summation n equal to minus infinity to infinity. Instead of x of n, we have to write e raised to minus j omega n into u of n, that is into z raised to minus n. Okay, and here u of n എന്ന് പറയുന്നത് causal sequence ആണ്. So summation limit change ചെയ്യാം, and is equal to 0 to infinity e raised to minus j omega n into z raised to minus n. 0 to infinity, u of n has a value 1. Okay, then here also നമുക്ക് അതിനെ ഒന്ന് മാറ്റിയിട്ട് summation n is equal to 0 to infinity e raised to minus j omega into z raised to minus 1 whole raised to n എഴുതാം, ബിക്കോസ് നമുക്ക് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. Okay, and here നമുക്ക് സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം, and we can write what 1 by 1 minus aക്ക് പകരം എന്താ ഉള്ളത്? 1 minus e raised to minus j omega into z raised to minus 1. Okay, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ n equal to 0 to infinity a raised to n എന്ന് പറയുന്നത് 1 by 1 minus a ആണ്. Okay, only if, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, only if mod a less than 1. സോ നമുക്ക് ഇതുപോലെ എഴുതാം, ഈ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് സമ്മേഷൻ ഇക്വേഷൻ വെച്ച് ഇതുപോലെ എഴുതാം. ഓൺലി ഈഫ് ഇൻസ്റ്റെഡ് ഓഫ് എ എന്താ ഇവിടെ ഉള്ളത്? ഈ മോഡ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെഡിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ മോഡ് സെഡ് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് സെഡ് മോഡ് സെഡ് ഇൻവേഴ്സ് ലെസ് ദാൻ 1, ദാറ്റ് ഈസ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1. സെഡ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1 by z ആണ്, അത് ലെസ് ദാൻ 1 ആണെങ്കിൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ദിസ് ഇസ് ദ ROC. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ വരച്ച അതേപോലെ സെറ്റ് പ്ലെയിന് വരക്കുക, റിയൽ പാർട്ട് ഇമേജിനറി പാർട്ട് മാർക്ക് ചെയ്യുക, സർക്കിൾ വിത്ത് റേഡിയസ് 1. ഹിയർ ഓൾസോ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഔട്ട് സൈഡ് ദ സർക്കിൾ നമുക്കിതുപോലെ ROC വരും. എന്തുകൊണ്ടാ? ഇത് എന്താണ്? ഒരു കോസൽ സിഗ്നൽ ആണ്. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു യു ഓഫ് എൻ ആണ്. യു ഓഫ് എൻ കോസൽ ആണ്. സോ അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരും ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇത് ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ സിമ്പിൾ ആണ്. ഓക്കെ, ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതൽ ന്യൂമറിക്കൽസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് സെറ്റ് ട്രാൻസ്ഫോം, സെറ്റ് ട്രാൻസ്ഫോം എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് വാട്ട് ഈസ് ROC ഓഫ് സെറ്റ് ട്രാൻസ്ഫോം, ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ROC. സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ കൂടെ എപ്പോഴും ROC സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആവും, അല്ലെങ്കിൽ യുണീക്ക് ആകുള്ളൂ. ഓക്കെ, ആൻഡ് ഓൾസോ പ്രോപ്പർട്ടീസ് ഓഫ് ROC ഓഫ് സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, ഇത് നോക്കി വെക്കുക. ഈ ടേംസ് എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകുന്ന വൈവ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇനിയൊരു 6 persons കൂടി വൈവ അറ്റൻഡ് ചെയ്യാനില്ലേ, 6 students, അവർക്ക് ഇതും കൂടി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും വൈവ ഉണ്ടാവുക. സോ ഈ ഇക്വേഷൻസും ROCന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.